ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാഴ്സയെ പരാജയപ്പെടുത്തിയത്. ആദ്യം ലീഡ് നേടിയത് ഒളിമ്പിക് മാഴ്സയാണ്. പിന്നീട് ലഭിച്ച 2 പെനാൽറ്റികൾ ഗോളാക്കി മാറ്റിക്കൊണ്ട് റയൽ മാഡ്രിഡ് ഈ ഒരു വിജയം സ്വന്തമാക്കുകയായിരുന്നു. 29-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി എംബപ്പെ ഗോളാക്കി മാറ്റി. റോഡ്രിഗോയെ ഫൗൾ ചെയ്തതിനായിരുന്നു ഈ പെനാൽറ്റി ലഭിച്ചത്. പിന്നീട് 81-ാമത്തെ മിനിറ്റിൽ മറ്റൊരു പെനാൽറ്റി കൂടി റയലിന് അനുകൂലമായിക്കൊണ്ട് ലഭിക്കുകയായിരുന്നു. അതായത് മാഴ്സേ താരം ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഒരു ഹാൻഡ് ബോൾ വഴങ്ങുകയായിരുന്നു. ഇതോടുകൂടിയാണ് റയലിന് രണ്ടാമത്തെ പെനാൽറ്റി ലഭിച്ചത്. പക്ഷെ അത് പെനാൽറ്റി ആണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ആരാധകർക്കിടയിലും നിരീക്ഷകർക്കിടയിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പെനാൽറ്റിക്കുള്ള ഒരു അർഹത ഇല്ലായിരുന്നു എന്ന് പലരും ഇപ്പോൾ വാദിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒളിമ്പിക് മാഴ്സയുടെ പരിശീലകനായ ഡി സെർബി തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പെനാൽറ്റി അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് വലിയ ഒരു നാണക്കേടാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഒളിമ്പിക് മാഴ്സയുടെ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അത് ഒരിക്കലും പെനാൽറ്റി അല്ല, ഇത് വലിയ നാണക്കേടാണ്. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ റയലിന് സംഭവിച്ച അനീതിയെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു. ഇപ്പോൾ സംഭവിച്ചത് നോക്കൂ, എൻ്റെ ടീമിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. ഇതാണ് ഇപ്പോൾ ഒളിമ്പിക് മാഴ്സയുടെ പരിശീലകനായ ഡി സെർബി പറഞ്ഞിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് മത്സരത്തിൽ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. പക്ഷെ കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് തിരിച്ചടിയായിട്ടുള്ളത്. ആകെ 28 ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് 15 ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട്. പക്ഷെ ഓപ്പൺ പ്ലേയിൽ നിന്നും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. 2 പെനാൽറ്റി ഗോളുകൾ മാത്രമാണ് അവർക്ക് ഈ മത്സരത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.